നമസ്കാരം. ഇന്നൊരു പുളിങ്കറിയാണ് കേട്ടോ, മത്തങ്ങ പുളിങ്കറി. പ്രത്യേകിച്ച് നമുക്ക് കറിയൊന്നുമില്ല, പെട്ടെന്നൊരു കറി ഉണ്ടാക്കണം എന്നുള്ള സന്ദർഭത്തിലൊക്കെ ചെയ്യാവുന്ന ഒരു കറിയാണ് മത്തങ്ങ പുളിങ്കറി. വളരെ രുചിയുള്ളൊരു കറിയാണ്. നമുക്കതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ അതിനായിട്ട് മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു മീഡിയം സവാളയും ഒരു തക്കാളിയും കൂടെ, ഇത് മൂന്നും കൂടെ കുക്കറിലിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടിയും വെള്ളവും ഒഴിച്ച് പ്രഷർ കുക്കറിൽ ഒരു 2-3 വിസിൽ ഇട്ട് വേവിക്കുക. ഈ പുളിങ്കറിക്ക് പ്രാദേശികമായിട്ട് വ്യത്യാസങ്ങൾ വരാട്ടോ. അതായത് നമ്മൾ ആ പാചക രീതിയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഓരോ സ്ഥലത്തിൻ്റെ അനുസരിച്ചിട്ട് വരാം. പല പച്ചക്കറികൾ കൊണ്ടും നമുക്ക് പുളിങ്കറി തയ്യാറാക്കാം. എന്നാൽ മത്തൻ പുളിങ്കറി ഒരു പ്രത്യേക സ്വാദാണ്. മത്തൻ്റെ കൂടെ പരിപ്പും കൂടെ ചേർത്തിട്ട് സാധാരണ പുളിങ്കറി തയ്യാറാക്കലുണ്ട്. ഇവിടെ മത്തൻ മാത്രം എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഈ മത്തൻ പുളിങ്കറി പ്രഷർ കുക്കറിൽ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. മൺപാത്രത്തിലോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു പാത്രത്തിലോ തയ്യാറാക്കാം. കാരണം മത്തൻ അധികം വേവില്ലാത്തതാണല്ലോ. ഒരു 3 വിസിൽ വന്നപ്പോഴേക്കും ഓഫാക്കി. ഇനി പുളിവെള്ളം വേണം. അപ്പോൾ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്ന് ഞാൻ അത് ഒരു മൺചട്ടിയിലേക്ക് പകർത്തുന്നുണ്ട്. അത് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഞാനിപ്പം മൺചട്ടിയിലേക്ക് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പം കുക്കറിലുള്ളത് മൺചട്ടിയിലേക്ക് പകർത്തിയിട്ട് നമുക്ക് ആ മത്തങ്ങ കഷ്ണമൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൂട്ടി കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് ഇളക്കി കൂട്ടി ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ തിളച്ച് വരുമ്പോൾ നമ്മൾ ആദ്യം ഇതിൽ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കി കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഇതിൽ താളിച്ചിടുക എന്നുള്ളതാണ്. താളിക്കാനായിട്ടും വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത്, ഉലുവ, ഇത്രയുമാണ് എടുക്കുന്നത്. അപ്പം ഞാനിവിടെ അടുപ്പൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മുടെ മത്തൻ അപ്പുറത്തെ ബർണറിലേക്ക് മാറ്റിയിട്ട് ഇവിടെ താളിക്കാനായിട്ട്. അപ്പോൾ ആദ്യം പപ്പടം കാച്ചേണ്ടതുണ്ട്. അപ്പോൾ പപ്പടം കാച്ചിയിട്ടും അതിൽ തന്നെയാണ് ഞാൻ താളിക്കുന്നത് കേട്ടോ. ഇപ്പം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ചെറുതായി അരിഞ്ഞ ചെറിയുള്ളി. ഈ ചെറിയുള്ളി ഒന്ന് മൂത്ത് വരണം. ഒരു ചെറിയൊരു ചുവപ്പ് കളർ വരുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് ഈ താളിപ്പ് നമ്മുടെ മത്തൻ കറിയിലേക്ക് ഒഴിക്കുക. മത്തൻ പുളിങ്കറിയിലേക്ക് ഒഴിക്കുക. പുളിങ്കറി റെഡിയായി. താളിപ്പിട്ടതിന് ശേഷം നമ്മൾ അപ്പം തന്നെ അത് ഇളക്കി കൂട്ടണ്ട. അത് കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ, മൂടി വയ്ക്കാം. പിന്നെ നമ്മൾ ഊണ് വിളമ്പുന്ന നേരത്തൊക്കെ ഇളക്കി കൂട്ടിയാൽ മതിയാവും. സാധാരണ പുളിങ്കറിക്ക് അങ്ങനെയാണ് ചെയ്യാറ്. ഇനി ഉച്ചയൂണിൻ്റെ സമയമായിട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഊണിന് നമ്മുടെ പുളിങ്കറി ഉണ്ട്, പപ്പടം, തൈര്, ഉണക്കച്ചെമ്മീൻ വറുത്തത്, മുളക് കൊണ്ടാട്ടം, പിന്നെ മാങ്ങാച്ചാറ്. ഇത്രയുമാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.